കണ്ണൂരുകാരുടെ ബിരിയാണിയുടെ മണത്തിലും സ്വാദിലും വിധികർത്താക്കൾ ശരിക്കും പെട്ടു. ഒടുവിൽ കുഞ്ഞികൃഷ്ണൻ മജിസ്ട്രേറ്റ് വിധി പറഞ്ഞു. ഇന്ന് കണ്ണൂരിലെ രാജ്ഞിയെ ഇന്ന് തെരഞ്ഞെടുക്കും. എന്നാൽ സ്റ്റേറ്റിലെ രാജ്ഞിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു മത്സരമുണ്ട്. അതിന്റെ കേരളത്തിലെ രാജ്ഞിയായി കണ്ണൂർ ജില്ലയും തെരഞ്ഞെടുക്കട്ടെ, കാസർഗോഡ് നിന്നും തെരഞ്ഞെടുക്കട്ടെ കേട്ടാ. അപ്പൊ നിങ്ങൾ മൂന്നാളല്ലേ ജഡ്ജിമാർ അല്ലേ? നിങ്ങളെ പേരെന്താണ്? അനീസിന്റെ ആദാമിന്റെ ചായക്കട എങ്ങനെയുണ്ട് ഇപ്പോ? നന്നായി പോകുന്നു. രണ്ടാമത്തത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡെമോൺസ്ട്രേറ്റർ പ്രശാന്ത്. അടുത്തതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഷഹനാസ് സലാം. ആർക്ക് കൊടുക്കണ്ടേ ഫസ്റ്റ്? എല്ലാരും കൊടുക്കാൻ കഴിയില്ലടോ, ഒരാൾക്കെല്ലാം കൊടുക്കാൻ കഴിയും ഫസ്റ്റ്. അല്ല, ഈ 10-30 ആള് പങ്കെടുത്ത മത്സരത്തിന് എങ്ങനെയാ നിങ്ങൾ 2-3 ആളെ തെരഞ്ഞെടുക്കല്? കണ്ണൂരായതുകൊണ്ട് കുറച്ച് ടഫായിരുന്നു ജഡ്ജ്മെന്റ്. കുറച്ചുമ്പോ വെള്ളം കുടിച്ചു. ബിരിയാണി എല്ലാം അടിപൊളിയാന്ന്. അരി റോസ് ബ്രാൻഡ് നല്ല ഉണ്ടായിരുന്നു. നമ്മള് ബിരിയാണി ടേസ്റ്റ് നോക്കുമ്പോ എല്ലാം ഒന്നിനൊന്നും വെച്ചെന്ന് വേണം നമുക്ക് പറയാം. വളരെ മോശം എന്ന് പറഞ്ഞാൽ ആരും തന്നെ അല്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കോമ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വളരെ ടൈറ്റ് ആയിരുന്നു വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് 3 സ്ഥാനം കൊടുക്കാൻ പറ്റും, 1, 2, 3. അപ്പൊ ഏതായാലും ഇതിന്റെ വിധി പറയാം അല്ലേ? റോസ് ബിരിയാണി, കേരള ബിരിയാണി ക്യൂൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സരമാണ്. അതിന്റെ കണ്ണൂർ ജില്ലാതല മത്സരമാണ് ഇവിടെ നടന്നത്. ആദ്യം 3-ാം സ്ഥാനം കിട്ടിയുള്ള പേര് പറയാം അല്ലേ? 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഫമിത ഗഫൂർ. ഇനി 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് മറിയം ജാഫർ. 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഷംന. ഷംന നമുക്കൊപ്പുണ്ട്. എന്താണ് ഫസ്റ്റ് അടിച്ചു അല്ലേ? അതെ, കണ്ണൂരിലെ രാജ്ഞി. താങ്ക് യു. എന്താ നമ്മുടെ റെസിപ്പി? നമ്മുടെ കൂട്ടെന്താ? നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ ഇത് ഒതന്റിക് ആണ്. കുറേ പൊടികളും ഇതൊന്നും ഇല്ലാണ്ട് മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ. ഗരം മസാല, ടേമറിക്കെല്ലാം അത്ര മൈൽഡ് ആയിട്ട് ഇടുന്നുള്ളൂ. ഗരം മസാല ആണെങ്കിൽ ഒരു ചെറിയ ടീസ്പൂണ് മാത്രം, ഒരു ഓവറോൾ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ ഉമ്മാമ്മൻ്റെ റെസിപ്പിയാണ്. ഉമ്മാമ്മയാണ് ഇത് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര വരെ എത്തിച്ചത്. ഉമ്മാമ്മ റെസിപ്പി മാത്രം നമ്മൾ ട്രൈ ചെയ്യുള്ളൂ. അതാണ് എൻ്റെ വിജയം. താങ്ക്സ് ടു റോസ് ബ്രാൻഡ്. അത് അത്രയും നല്ല അരിയാണ്, അത് പെർഫെക്റ്റ് ആണ്. നമുക്ക് എത്ര അരി എടുത്താലും അതിന്റെ വെള്ളമാണെങ്കിലും ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. ഇഞ്ചോട് ഇഞ്ച് എന്ന് പറഞ്ഞാൽ പക്ക ഇഞ്ചോട് ഇഞ്ച് മത്സരം. അതിൽ തന്നെ 3 പേരെ സെലക്ട് ചെയ്തു. അതിൽ 2 പേർ കൊച്ചിയിലെ ഫിനാലേക്ക് മത്സരിക്കാൻ എത്തും. എന്തായാലും ഇനി നാളെ വയനാടാണ് മത്സരം. വയനാടും തീപ്പാറുന്ന മത്സരം തന്നെയായിരിക്കും. കാസർഗോഡ് തീപ്പാറിയ മത്സരമായിരുന്നു. എന്തായാലും ഇനി നാളെ വയനാട്ടിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.